രാഹുൽ സദാശിവന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഡൈസ് ഇറേ ഈ ആഴ്ച റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഈ രാജ്യത്തെ മികച്ച ഹൊറർ ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാക്കിയ സിനിമകളെക്കുറിച്ച് ഒന്ന് നോക്കാം. ദ ഡേ ഓഫ് റാത്ത് എന്നർത്ഥം വരുന്ന ഡൈസ് ഇറേ എന്ന പേരുതന്നെ ഹൊറർ സിനിമാ ആരാധകർക്കിടയിൽ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങളിലൊന്നാണിത്. ഭൂതകാലം, ഭ്രമയുഗം തുടങ്ങിയ മനഃശാസ്ത്രപരവും അറ്റ്മോസ്ഫിയറിക് ഹൊറർ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവന്റെ യാത്രയിലെ അടുത്ത അധ്യായം കുറിക്കുന്ന ഒന്നാണ് ഈ ചിത്രം. രാഹുൽ സദാശിവനെ മറ്റു ഹൊറർ സിനിമാ സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്താണ് നമുക്ക് കണ്ടെത്താം. ആദ്യ ഫ്രെയിമിൽ മുതൽ തന്നെ നിങ്ങളൊരു യഥാർത്ഥ ചലച്ചിത്രകാരന്റെ ചിത്രം കാണുന്നുവെന്ന് ഭൂതകാലം നമ്മളോട് പറയുന്നു. ആദ്യ ഷോട്ട് ഒരു സ്റ്റിൽ ലൈഫ് പോലെയാണ്. ഒരു ശാന്തമായ മുറി, കാട്ടിൽ ചെറുതായി പറക്കുന്ന ഒരു കർട്ടൻ. അത് നിർജീവമായി തോന്നുന്നു. ഒരു വൃദ്ധ സാവധാനം വാതിലിലൂടെ നടന്നുവരുന്നതുവരെ. അവർ യഥാർത്ഥമാണോ അതോ ഒരു പ്രേതമാണോ? ആ അവ്യക്തത ചിത്രത്തിന്റെ മുഴുവൻ ടോൺ സെറ്റ് ചെയ്യുന്നു. ഭൂതകാലം എന്നർത്ഥം വരുന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഇതാണ്. ഭൂതകാലം നമ്മളെ ഒരിക്കലും വിട്ടുപോകാത്തത് എങ്ങനെയെന്നാണ്. രേവതിയും ഷൈൻയകവും ബ്രില്യൻലി അവതരിപ്പിച്ച ഒരു അമ്മയുടെയും മകന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. അവർക്ക് ക്ലിനിക്കൽ ഡിപ്രഷനുണ്ട്, കൂടാതെ അന്തരിച്ച ഭർത്താവ് അവശേഷിപ്പിച്ച കടബാധ്യതയും അവരെ അലട്ടുന്നു. അവൻ നിരാശനും അസ്വസ്ഥനുമാണ്. തനിക്കായി തീരുമാനിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ അഭാവം ഒരു പ്രേതത്തെപ്പോലെ കുടുംബത്തെ വേട്ടയാടുന്നു. ആ വീട്ടിലെ ഓരോ നിമിഷവും ശ്വാസം മുട്ടിക്കുന്നതായി തോന്നുന്നു. ഓർമ്മകളുടെ ഭാരത്താൽ വായു പോലും കനത്തതാണ്. ഷൈൻ നിഗമിന്റെ കഥാപാത്രം ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഒരു ഹൃദയഭേദകമായ രംഗമുണ്ട്. സ്നേഹവും ചിരിയും സുഹൃത്തുക്കളും നിറഞ്ഞ ഒരു വീട്, തനിക്കൊരിക്കലും ലഭിക്കാത്ത ഒന്ന്. മറ്റു ഭൂരിഭാഗം ഹൊറർ ചിത്രങ്ങളെപ്പോലെയും ഭൂതകാലം ലൗഡായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ജംസ്കെയറുകളോ ആശ്രയിക്കുന്നില്ല. ഇവിടത്തെ ഭയം മനഃശാസ്ത്രപരമാണ്. അത് നിശബ്ദതകളിലും പറയാത്ത ദുഃഖത്തിന്റെ ഭാരത്തിലുമാണ്. തകർന്ന ബന്ധങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമാനുഷിക ശക്തിയേക്കാളും ഭയാനകമാണെന്ന് ഇത് നമ്മളെ കാണിക്കുന്നു. രാഹുൽ സദാശിവൻ ഭ്രമയുഗവുമായി തിരിച്ചെത്തി. മറ്റൊരു ഹോണ്ടഡ് ഹൗസ് കഥ. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി വലിയ കാൻവാസിൽ ഒരു മിഥിക്കലായ കഥയാണ് പറഞ്ഞത്. ഭൂതകാലം വ്യക്തികൾ പ്രേതങ്ങളെക്കുറിച്ചാണെങ്കിൽ ഭ്രമയുഗം സാമൂഹികമായ പ്രേതങ്ങളെക്കുറിച്ചാണ്. സ്വേച്ഛാധിപത്യം, അധികാരം, അടിച്ചമർത്തം എന്നിവ അക്ഷരാർത്ഥത്തിൽ ആത്മാക്കളെപ്പോലെ വേട്ടയാടുന്ന ഒരു കഥയാണിത്. മമ്മൂട്ടിയുടെ കഥാപാത്രം തന്റെ ഇരകളെ വലിഞ്ഞുമുറുക്കുന്ന ഒരു ചിലന്തിയെപ്പോലെയാണ്. അർജുൻ അശോകൻ ഭൃത്യനായും സിദ്ധാർത്ഥ ഭരതൻ പാചകക്കാരനായും 3 പ്രധാന കഥാപാത്രങ്ങളുള്ള ഒരു ഗോത്തിക് ഡ്രാമ പോലെയാണ് ചിത്രം വികസിക്കുന്നത്. അന്തരീക്ഷം കനത്തതാണ്, ഏതാണ്ട് ജീവനുള്ളതുപോലെ. അതിമനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോട്ടിൽ മാളികയുടെ ഓരോ കോണിലും നൂറ്റാണ്ടുകളുടെ വേദന ഒളിഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. മമ്മൂട്ടിയുടെ പ്രകടനം അസാധാരണമാണ്. കഥ മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശാന്തമായ അധികാരം ഭയപ്പെടുത്തുന്ന സ്വേച്ഛാധിപത്യമായി മാറുന്നു. അധികാരം എങ്ങനെ വ്യക്തികളെ മാത്രമല്ല മുഴുവൻ വ്യവസ്ഥകളെയും ദുഷിപ്പിക്കുന്നുവെന്നും അടിച്ചമർത്തം എങ്ങനെ കാലങ്ങളായി പുതിയ മുഖങ്ങളും രൂപങ്ങളും ധരിച്ച് ആവർത്തിക്കുന്നുവെന്നും ചിത്രം തീമാറ്റിക്കലി പര്യാലോചനം ചെയ്യുന്നു. ഈ 2 ചിത്രങ്ങളിലും സമയം ഒരു കഥാപാത്രമായി എത്തുന്നു. ഭൂതകാലത്തിലെ കാലം എന്നതുപോലെ ഭ്രമയുഗത്തിലെ യുഗം എന്നത് കാലാതീതത്വയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ സമയം അനന്തമായി ഒഴുകുന്നു. മിനിറ്റുകളിലോ മണിക്കൂറുകളിലോ അല്ല സമയത്തെ അളക്കുന്നത്. ഒരു കഥാപാത്രം ചോദിക്കുന്നത് ഇതേതു മാസമാണെന്നാണ്, അല്ലാതെ ദിവസമോ സമയമോ അല്ല. താടിയും മുടിയും നരയ്ക്കുന്നതിലൂടെ സമയത്തിന്റെ വേഗത ഈ ചിത്രം എടുത്തു കാണിക്കുന്നു. നിരന്തരമായ മഴ പോലും അടിച്ചമർത്തുന്നതായി തോന്നുന്നു. കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരു ഭാരം. ഒടുവിൽ സൂര്യപ്രകാശം കടന്നുവരുമ്പോൾ അതൊരാശ്വാസമാണ്. അവസാനത്തെ ഭാഗം കൂടുതൽ പാരമ്പര്യ ഫാന്റസിയിലേക്ക് നീങ്ങുന്നുവെങ്കിലും രാഹുൽ തന്റെ വിഷയത്തിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുന്നു. ഓരോ ഫ്രെയിമും, ഓരോ ശബ്ദവും, ഓരോ നൃത്തവും ബോധപൂർവമാണ്. ഇതുവരെ അറിയുന്നത് പ്രകാരം രാഹുലിന്റെ സമയത്തോടും ഭയത്തോടും മനുഷ്യശാസ്ത്രത്തോടുമുള്ള ആകർഷണം ചിത്രം തുടരുന്നു. അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഡൈസ് ഇറേ മനഃശാസ്ത്രപരമായ ഭയവും ഇതിഹാസപരമായ സൂചനകളെയും സമന്വയിപ്പിക്കും. രാഹുൽ സദാശിവൻ വെറും ഹൊറർ ചിത്രങ്ങൾ മാത്രമല്ല നിർമ്മിക്കുന്നത്, അവ നിങ്ങളിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ കഥകൾ പ്രേതങ്ങളെക്കുറിച്ചല്ല, മനുഷ്യനായിരിക്കുന്നതിന്റെ അർത്ഥത്തെക്കുറിച്ചാണ്. രാഹുൽ സദാശിവന്റെ ഹൊറർ ലോകത്തെക്കുറിച്ചുള്ള ഈ വിശകലനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.